നമസ്കാരം, പേജ് റോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ CPI-യുടെ ആനി രാജയ്ക്കെതിരെ 3.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മിന്നും വിജയമാണ് കാഴ്ചവെച്ചത്. 2019 ഇതേ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച 7,06,367 വോട്ടിനേക്കാൾ 6,47,445 വോട്ടുകളാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. 2,83,023 വോട്ടുകൾ നേടി CPI-യിലെ ആനി രാജയ്ക്കെതിരെ 3,64,422 വോട്ടുകൾക്കാണ് അദ്ദേഹം ഇത്തവണ വിജയിച്ചത്. 2019 രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച CPI-യുടെ PP സുനീറിന് 2,74,597 വോട്ടുകൾ മാത്രം ലഭിക്കുകയും 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സഖ്യകക്ഷിയായ ഭാരത് ധർമ്മ ജനസേന വയനാട്ടിൽ മത്സരിച്ചപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് 78,816 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത്തവണ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടിയപ്പോൾ 1,41,045 വോട്ടുകൾ നേടാനായി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പ്രകാരം 2,97,619 വോട്ടുകൾ നേടിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദിനേശ് പ്രതാപ് സിംഗിനെതിരെ 6,87,649 വോട്ടുകളാണ് രാഹുൽ ഗാന്ധി നേടിയത്. ബഹുജൻ സമാജ് പാർട്ടിയുടെ താക്കൂർ പ്രസാദ് യാദവ് 21,624 വോട്ടുകൾ നേടി. 5 വർഷം മുമ്പ് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി 1,67,178 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ദിനേശ് പ്രതാപ് സിംഗിനെതിരെ വിജയിച്ചത്. ഇന്ത്യ മുന്നണിയുടെ ശക്തമായ കടന്നുവരവോടുകൂടി BJP-യുടെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയിരുന്ന അയോധ്യ അടങ്ങുന്ന ഉത്തർപ്രദേശിൽ BJP-യുടെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. വളരെ ചെറിയ ഭൂരിപക്ഷം നേടിയാണ് NDA സർക്കാർ ഇപ്പോൾ തുടർച്ചയായി മൂന്നാമതും കേന്ദ്ര അധികാരം കയ്യേൽക്കാൻ പോകുന്നത്. BJP-ക്ക് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, കർണാടക, പശ്ചിമ ബംഗാൾ, ബീഹാർ, തമിഴ്നാട്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. കോൺഗ്രസിന് 2019 ഉണ്ടായ ദേശീയ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ 37 സീറ്റ് നേടിയെടുത്തു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിഡിഷയിൽ 8.21 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. രാഹുൽ ഗാന്ധി വയനാടിനൊപ്പം തന്നെ റായ്ബറേലിയയിലും വമ്പിച്ച ഭൂരിപക്ഷം കരസ്ഥമാക്കി. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങൾ BJP നടപ്പിലാക്കിയിട്ടും അവയൊന്നും BJP-യെ തുണച്ചില്ല എന്നത് തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? താഴെ കമൻറ്റ് ചെയ്യും.